ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യണത്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു n ക്യൂബ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of 1 ഈസ് ട്രൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനായിട്ട് P of 1 എന്തായിരിക്കും? ഫസ്റ്റത്തെ ടേം എന്താണ്? 1 ക്യൂബ്. അപ്പോൾ P of 1 ഈക്വൽ ടു 1 ക്യൂബ്. ഇനി RHS എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ വരുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ P of 1 ആകുമ്പോൾ എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ 1 ഇൻറ്റു 1 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ അല്ലേ? അതെന്തായി? 1 ഇൻറ്റു 2/2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ എന്തായി? LHS ഈക്വൽ ടു RHS implies P of 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? P of K ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ P of K എന്താണ്? P of K ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു K ക്യൂബ് ഈക്വൽ ടു K ഇൻറ്റു K പ്ലസ് 1/2 ഹോൾ സ്ക്വയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of K plus 1 ഈസ് ട്രൂ അല്ലേ? ഈ P of K plus 1 എന്തായിരിക്കും? എന്താണ്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു K ക്യൂബ് പ്ലസ് K പ്ലസ് 1 ഹോൾ ക്യൂബ്. ഈ K ക്യൂബ് എങ്ങനെ വന്നേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ K പ്ലസ് 1th ടേമാണ് ഇത്. അപ്പോൾ അതിന് മുന്നത്തെ ടേം Kth ടേം. അതുകൊണ്ട് ഇതിവിടെ K വന്നു, ഇവിടെ K പ്ലസ് 1 വന്നു. മനസ്സിലായില്ലേ? ഇനി ഇതെന്താണ്? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു K ക്യൂബ് എന്താണ്? നമ്മൾ തീ നോക്ക്, ഇതല്ലത്. അപ്പോൾ ഇതിനെ പ്ലേസിൽ എന്ത് എഴുതാം? K ഇൻറ്റു K പ്ലസ് 1/2 ഹോൾ സ്ക്വയറിന് എഴുതാം. ബാക്കിയുള്ള എന്താണ്? K പ്ലസ് 1 ഹോൾ ക്യൂബ് അല്ലേ? അപ്പോൾ ഇതെന്തായി? K പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ പുറത്ത് കൊടുത്തൂടെ? ഇതിൽ K പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത് K പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു K പ്ലസ് 1 ആണ്. ക്യൂബ് അല്ലേ ഇത്? അതുകൊണ്ട് അപ്പോൾ ഇതിനെ പുറത്ത് കൊടുത്താൽ എന്ത് ബാക്കി വരും? ഇവിടെ ഒരു K സ്ക്വയർ ഉണ്ട് /2 സ്ക്വയർ ഉണ്ട്. ഇത് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് K സ്ക്വയറും ഉണ്ട് 2 സ്ക്വയറും ഉണ്ട്. പ്ലസ് എന്തുണ്ട്? ഇവിടെ ഒരു K പ്ലസ് 1 ഉണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ആൻസർക്ക് എത്താം. K സ്ക്വയർ ഇവിടെ ഒരു /1 കൊടുത്താൽ K സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു K പ്ലസ് 1/2 സ്ക്വയർ അല്ലേ? അപ്പോൾ K സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു K പ്ലസ് 1/2 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? K പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു K സ്ക്വയർ ഇൻറ്റു 1 K സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു K 4K പ്ലസ് 4/2 സ്ക്വയർ. K സ്ക്വയർ പ്ലസ് 4K പ്ലസ് 4 എന്താണ്? K പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? എന്താണ്? K പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ /2 സ്ക്വയർ. അപ്പോൾ അതെന്ത് കിട്ടി? ഇതിനുണ്ട് സ്ക്വയർ, ഇതിനുണ്ട് സ്ക്വയർ, ഇതിനും സ്ക്വയർ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ക്വയറും ഇവിടെ ഒന്നിച്ച് എഴുതിക്കൂടെ?
അപ്പോൾ k+1 ഇൻറ്റു k+2 ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ RHS എഴുതി നോക്കുക. RHS ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു n+1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ P(k+1) ആകുമ്പോൾ എന്ത് വരും? എന്നിൻ്റെ പ്ലേസിൽ k+1 കൊടുത്താൽ k+1 ഇൻറ്റു k+1 + 1 k+2 ബൈ 2 ഹോൾ സ്ക്വയർ. ഇതന്നെയല്ലേ നമുക്ക് കിട്ടിയത്? അപ്പോൾ LHS ഈക്വൽ ടു RHS. ഇത് സിംപ്ലൈസ് എന്ത് കിട്ടും? P(k+1) is true implies P(n) is true for all n belongs to n. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു തുടങ്ങാം. ക്വസ്റ്റ്യൻ എന്താണ്? 1 + 1/1 + 2 + 1/1 + 2 + 3 plus etc. up to 1/1 + 2 plus etc. up to n is equal to 2n/n+1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ടു പ്രൂവ് ദാറ്റ് P(1) is true അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P(1) ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് P(k+1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അങ്ങനെ 3 സ്റ്റെപ്പ് അല്ലേ? ഇപ്പോൾ P(1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഫസ്റ്റ്. ഇപ്പോൾ P(1) എന്താണ്? ഫസ്റ്റത്തെ ടേം 1. ഇനി RHS എന്ത് എഴുതുക? 2 ഇൻറ്റു 1/1 + 1 which is equal to 2n/n+1 അല്ലേ? എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ 2 ഇൻറ്റു 1/1 + 1. അപ്പോൾ 2/2 which is equal to 1. അതിനെന്തായി? LHS equal to RHS implies P(1) is true. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ എന്താ P(k) വരിക? P(k) ഈക്വൽ ടു 1 + 1/1 + 2 plus etc. up to 1/1 + 2 plus etc. up to k is equal to 2 into k/k+1 അല്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P(k+1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P(k+1) ഈസ് ട്രൂ അല്ലേ? അതിനായിട്ട് P(k+1) എഴുതി നോക്കുക. എന്താണ്? P(k+1) ഈക്വൽ ടു 1 + 1/1 + 2 plus etc. up to 1/1 + 2 plus etc. up to k plus 1/1 + 2 plus etc. up to k + 1. ഇത് kth ടേം വരെ. ഇത് k+1th ടേം. മനസ്സിലായോ? ഇത് k+1th ടേം, ഇത് kth ടേം വരെ. അപ്പോൾ ഇതെന്താണ്? ഈ ബ്രാക്കറ്റിലിട്ടത് എന്താണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ചില്ലേ? P(k) എന്താണ്? 2k/k+1 അല്ലേ? ഇത് മനസ്സിലായോ? അപ്പോൾ അതെന്താണ്? 2k/k+1. ഇനി ഇതിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്താൽ 1/1 + 2 plus etc. up to k plus k+1. ഇനി ഇത് നോക്കുക. ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് 1 + 2 plus etc. up to n ആണെങ്കിൽ എന്താണ്? n × n + 1/2 അല്ലേ?
സിൻസ് 1 + 2 + etc. up to n equal to n into n plus 1/2 ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് ഇത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ത് വരും? ഈ സ്റ്റെപ്പ് എന്ത് വരും? 2k/k + 1 പ്ലസ് 1/n പ്ലേസിൽ എന്താണിത്? k + 1th ടേം വരെ ഉണ്ട്. ഇത് ഇവിടെ n ആയതുകൊണ്ട് n into n plus 1/2 ആയി. ഇവിടെ k + 1 വരെ ഉണ്ട്. അപ്പോൾ എന്തായി? n പ്ലേസിൽ k + 1 കൊടുക്കുക. k + 1 into k + 2/2 അല്ലേ. n പ്ലേസിൽ k + 1 കൊടുത്തപ്പോൾ k + 1 into k + 1 + 1 k + 2/2. ഇനി ഇതെന്തായി? 2k/k + 1 പ്ലസ് ഈ 2 ഇങ്ങനെ ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങനെ വരുമ്പോൾ 2/k + 1 into k + 2 വരും. 2 ഉണ്ട് ഇവിടെ, ഇവിടെയും 2 ഉണ്ട്. k + 1 ഉണ്ട് ഇവിടെ, ഇവിടെ k + 1 ഉണ്ട്. അപ്പോൾ 2/k + 1 നമുക്ക് പുറത്ത് കൊടുത്തൂടെ? അപ്പോൾ എന്ത് വരും? k പ്ലസ് ഇവിടെ 2 പോയി, അപ്പോൾ 1/k + 2 അല്ലേ. ഇനി എന്ത് വരും? 2/k + 1 ഇൻറ്റു ഇതെന്താണ്? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. k/1 കൊടുത്താൽ k into k + 2 പ്ലസ് 1 into 1/1 into k + 2. അപ്പോൾ എന്ത് വരും? k into k + 2 പ്ലസ് 1/1 into k + 2 അല്ലേ. ഇത് ചെയ്ത് നോക്കുക. 2/k + 1 എടുത്തെഴുതി. ഇനി k into k + 2 എന്താണ്? k² പ്ലസ് 2k പ്ലസ് 1/k + 2. k² പ്ലസ് 2k പ്ലസ് 1 എന്താണ്? k + 1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ. k + 2. ഇവിടെ k + 1 ഉണ്ട്, ഇത് k + 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒന്ന് കട്ടാക്കി. അപ്പോൾ എന്തായി? 2 into k + 1/k + 2. ഇനി നമ്മൾ RHS എന്ന് എഴുതി വെക്കുക. RHS = എന്താ വരിക? 2 into n അല്ലേ. n പ്ലേസിൽ k + 1 ആകുമ്പോൾ k + 1/k + 1 പ്ലസ് 1 അല്ലേ. n + 1 അല്ലേ വരുന്നത്. എന്താണ് നമ്മൾ P of n RHS എന്താണ്? 2n/n + 1 ആണ്. അപ്പോൾ P of k + 1 എന്താണ്? P of k + 1 എന്താണ്? 2 into k + 1/k + 1 + 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 2 into k + 1/k + 2 ഇതന്നല്ലേ ഇത്. അപ്പോൾ LHS = RHS, which implies P of k + 1 is true. Therefore, P of n is true for all n belongs to capital N. Thanks for watching. Subscribe for more videos.